മതിടാ മുന്നു, മതിന്ന്. എന്റെ മുഖം പൊള്ളി. പ്ലീസ് പ്ലീസ് മുന്നു, പറ്റില്ല പറ്റില്ല, മതി. നീ എന്നെ ഇങ്ങനെ പിടിച്ച് താക്കാതെ മാറ്റടാ. എങ്ങനെയുണ്ട് ഇപ്പോ? ഹൗ ഡു യു ഫീൽ നൗ മാം? ഫാൻ നോ നോ, ഇതിങ്ങനെ നാച്ചുറലായിട്ട് എവാപറേറ്റ് ചെയ്ത് പോകണം. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എഫക്റ്റ് പോകില്ലേ? Thorpe of Britain took third place behind eventual winner Ricardo Campbello of Brazil. Now on to skiing. More than 100 student athletes from 10 countries have participated in the International Austrian University Championships. This is a prelude to the Winter University scheduled to take place in Innsbruck. നീ വളരെ വീക്ക് ആയിട്ടിരിക്കുക ഗൗരി. The Winter University is a biannual event, and among the medals decided മുന്നു, നീ എന്തിനാ എന്നെ ഇങ്ങനെ ഓവർ കെയർ ചെയ്യുന്നത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ ഓവർ കെയർ ചെയ്യുന്നതെന്ന്? ഇങ്ങനെ കുറച്ചും കൂടി പോയാൽ എൻ്റെ സെൽഫ് റിലയൻസ് സ്വഭാവം മൊത്തം പോയി കിട്ടും. ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാണ്ട് പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റാണ്ടാവും. ഡിപ്പെൻഡ് ചെയ്തോ? ആര് പറഞ്ഞു വേണ്ടാന്ന്? എനിക്കത് ഇഷ്ടമല്ല. ഒരു ലിമിറ്റിൽ കൂടുതലൊന്നും നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഞാൻ നാളെ ലീവ് കിട്ടാണെന്താ വഴിയെന്ന് ആലോചിക്കാറ്. ലീവോ? നാളെയും കൂടിയോ? മുന്നുതേ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും കേട്ടോ. എന്ത് സ്റ്റുപ്പിഡിറ്റിയാണിത്? ഒരു കോൾഡ് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ. ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചൂന്നേ ഉള്ളൂ. നൗ ഐ എം ഓക്കേടാ. നാളെ രാവിലെ സാർ ഇവിടുന്ന് സ്ഥലം വിട്ടോണം. ഓക്കെ? ഓക്കെ. വാശി കയറ്റി അസുഖം കൊണ്ടുണ്ടെന്ന് കരുതി ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. അതിപ്പോ എങ്ങനെ സമ്മതിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പോയി പോച്ച്. ഇത്ര പെട്ടെന്ന് പോയി കിട്ടിട്ട് എന്തിനാ? എന്ത് ചോദ്യമാ മുന്നു ഇത്? എന്തുമാത്രം വർക്ക് പെൻഡിങ്ങാ? ഇനി എത്ര സമയം എങ്ങനെ കഷ്ടപ്പെട്ടാലാ ഇതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല? ഇന്നലെ അവിടെ ബോഡി പെയിൻ, ഇവിടെ പെയിൻ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പോ എഴുന്നേറ്റ് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ പോയി ഇരിക്കാൻ പോവാ. പിന്നെ കരഞ്ഞു. പകലും മുഴുവൻ കിടന്ന കരച്ചിലും ബഹളം. രാത്രി തലേന്ന് പൊക്കാറായി കഴിഞ്ഞപ്പോ എന്താ വാചകം. ഞാൻ സെൽഫ് റിലയന്റ് ആണ്, എനിക്കാരുടെ ഹെൽപ്പൊന്നും വേണ്ട, അങ്ങനെ ഇങ്ങനെ ഞാൻ ആയതുകൊണ്ടൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്നാൽ എന്റെ സെൽഫ് റിലയന്റ് കുട്ടി ഇന്ന് ഫുൾ ഡേ മോള് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കണം. അയ്യോ വേണോ? ഇല്ലെങ്കിൽ ഞാൻ ലീവ് എടുക്കാം. അയ്യോ വേണ്ട. ഓക്കെ, ബെഡ് റെസ്റ്റ്. ഹലോ ഹലോ അച്ഛൻ, എന്താ ചപ്പ പതിവില്ലാതൊരു പകൽ വിളി? നിനക്ക് അസുഖം എന്തെങ്കിലും വന്നാ അത് മറ്റുള്ളവർ പറഞ്ഞു വേണോ ഞങ്ങൾ അറിയേണ്ടത്? ആര് പറഞ്ഞത്? എങ്ങനെ അറിഞ്ഞച്ഛൻ? ഓ സിന്ധു, അവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാ നിങ്ങളെ അറിയിക്കണ്ട, രണ്ടുപേരും വെറുതെ കിടന്ന് ടെൻഷൻ അടിക്കുമെന്ന്. ആ അത് പോട്ടെ,
നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ മോളെ? ഒന്നുമില്ല അച്ഛാ, ചെറിയൊരു കോൾഡാണ്. ഹോസ്പിറ്റലിൽ പോയിരുന്നോ? അതിന്റെ ഒന്നും കാര്യമില്ല. താരെ ഫോണിൽ വിളിച്ചു, അവൾ 1-2 ടാബ്ലറ്റ്സും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഒരുമാതിരി ഓക്കെയാണ്. ദേ അമ്മ ചോദിക്കുന്നു ഞങ്ങൾ അങ്ങോട്ട് വരണോന്ന്. നിങ്ങൾ ഇങ്ങോട്ടോ? എന്ത് വട്ടാ അച്ഛാ അച്ഛൻ ഈ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടെ 3 hours ടെൻഷൻ പിടിച്ച് ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് വരാനോ? എന്നിട്ട് അവസാനം നിങ്ങളെ ഞാൻ നോക്കേണ്ടി വരും. മാത്രമല്ല അവൻ അതെന്തൊരു ഇൻസൾട്ട് ആവും അച്ഛാ. അവൻ എന്നെ എങ്ങനെയാ നോക്കുന്നതെന്ന് അറിയോ നിങ്ങക്ക്? മുന്നും ഉണ്ടോ അടുത്ത്? ഇല്ല, ഇന്ന് ഓഫീസിൽ പോയി. ഇന്നലെയൊക്കെ ലീവ് എടുത്ത് ഭയങ്കര കെയറിങ് ആയിരുന്നു. എന്റെ ലൈഫില് ഇന്നേ വരെ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ല. ആവി പിടിക്കലും വിക്സ് പുരട്ടലും ഒക്കെ ആയിട്ട് അമ്മയൊക്കെ തോറ്റുപോവും. ഇപ്പൊ തന്നെ ദേ ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാവും പോയിരിക്കുന്നത്. അമ്മ മാഡത്തിനൊന്ന് ഫോൺ കൊടുക്കുവോ? ഓ ദാ. ഹലോ അമ്മേ, ദേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അച്ഛന്റെ പ്രഷർ കൂട്ടല്ലേ. നിങ്ങൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞങ്ങള് ചിലപ്പോ ഈ 24th അങ്ങോട്ട് വന്നൂന്നിരിക്കും. 24th നമ്മുടെ ശരത്തിന്റെ മാരേജ് ആണ് അമ്മേ, കൃഷ്ണസ്വാമി അമ്പലത്തിൽ വെച്ചിട്ട്. അവനും അമ്മയും കൂടി വന്നിരുന്നു ഇവിടെ വിളിക്കാനായിട്ട്. ഞങ്ങളുടെ പഴയ ഗ്യാങ് എല്ലാം കാണും, അതുകൊണ്ട് പോണം. അമ്മയും അച്ഛനെ അവൻ അവിടെ വന്ന് ക്ഷണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ മോളെ, എല്ലാവരും അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ മാത്രം. നിങ്ങൾ ഇങ്ങനെ ആൾക്കാരെ വിളിച്ചു കൂട്ടി സദ്യ കൊടുക്കണമെന്നോ എന്തിന് താലി കെട്ടണമെന്നോ പോലും ഞാൻ പറയുന്നില്ല. പക്ഷേ ഏത് ബന്ധത്തിനും ഒരു ലീഗൽ വാലിഡിറ്റി വേണ്ടേ മോളെ? കണ്ടോ കണ്ടോ, അമ്മ കറങ്ങി തിരിഞ്ഞ് ഈ ടോപ്പിക്ക് തന്നെ വന്ന് ചാടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഗൗരി, തമാശകളാ. നീ ഇപ്പൊ ഒരു കുട്ടിയുടെ അമ്മയാകാൻ പോകുക. ആ കുഞ്ഞിന്റെ സുരക്ഷിതത്വം കൂടി നീ നോക്കണം. എത്ര തവണ ഡിസ്കസ് ചെയ്ത വിഷയമാമേ ഇത്. പറഞ്ഞില്ലേ, ഞങ്ങളുടെ മനസ്സ് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിലാണ് എനിക്ക് വിശ്വാസം. 30 വർഷം മുൻപിട്ട് 2 ഒപ്പിന്റെ ബലത്തിലാണോ അച്ഛനും അമ്മയും ഇത്രയും നാളും ഒരുമിച്ച് ജീവിച്ചത്? അല്ലല്ലോ. ഇപ്പൊ എന്താ, അമ്മയ്ക്ക് മുന്നും ആള് ശരിയല്ല നോറ്റു തോന്നി തുടങ്ങിയോ? പോടി കോന്തി. നീ കറക്റ്റ് സമയത്തൊക്കെ ചെക്കപ്പിന് പോവാറുണ്ടോ? ഉണ്ടമ്മേ, അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഉണ്ട്. ഞാൻ മറന്നാലും അവൻ ഓർത്തോളും. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കാതെ പഴയ കഥകളൊക്കെ പറഞ്ഞ് നല്ല റൊമാൻറ്റിക് ആയിട്ടിരി കേട്ടോ. അയ്യോ അമ്മേ, ഇത് പകലാണേ. ടെലിഫോൺ ബിൽ അച്ഛൻ അവിടെ നിന്ന് കണ്ണുരുട്ടുന്നില്ലേ? ഓ, അതാണോ കാര്യം? ഞാൻ പേടിച്ചു പോയി. ഇപ്പൊ അച്ഛൻ അത്രയ്ക്ക് പിശുക്കൊന്നും ഇല്ല മോളെ. പിന്നെ ഈ സോപ്പിടിയിലൊന്നും ഒരു കാര്യവും ഇല്ല. അച്ഛൻ വീഴില്ല. അച്ഛനെ ടെൻഷൻ അടിപ്പിക്കണ്ട, ഞാൻ രാത്രി വിളിക്കാം. ഓക്കെ? ശരി. ഓക്കെ, ബൈ. Do I look like a fraud? Do I look like a fraud? എന്നിട്ടും വേണിക്ക് ഇപ്പോഴും എന്നെ വല്ലാത്തൊരു പേടിയുണ്ടല്ലേ? ഇല്ല. അത് കള്ളം. വല്ലാത്തൊരു ഇൻസെക്യൂർ ഫീലിംഗ് ആണ് തനിക്ക് ഇപ്പോഴും എപ്പോഴും. വേണിയുടെ ഭാവത്തിലും ചലനത്തിലുമെല്ലാം അത് വല്ലാണ്ട് പ്രകടമാകുന്നുണ്ട്. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ ഞാൻ അടുത്തുള്ളപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സെക്യൂർഡ് ഫീലിംഗ് തോന്നുന്നു.
പിന്നെ ഒരുപാട് പേര്. എൻ്റെ ഫ്രണ്ട്സും എല്ലാം അങ്ങനെ പറയാറുണ്ട്. വേണി മാത്രമാ ഇപ്പം ഇങ്ങനെ ഒരു എക്സെപ്ഷൻ. അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഇനിയിപ്പോൾ ഈ ഓഫീസ് മൂഡിൽ സംസാരിച്ചാൽ തൻ്റെ ടെൻഷൻ കൂടുകയുള്ളൂ. എനിക്കറിയാം തൻ്റെ ശ്രദ്ധ മുഴുവൻ ദാ ഡോർ ഹാൻഡില്ല. ഒരു കാര്യം ചെയ്യാം, വൈകിട്ടൊരു കാപ്പി കുടിച്ച് കുറച്ച് നേരം സംസാരിച്ചിട്ട് പോകാം. വിരോധമില്ലല്ലോ? ഇല്ല. അപ്പോഴെങ്കിലും താനൊന്ന് ഓപ്പൺ അപ്പ് ചെയ്യുമെന്ന് കരുതുന്നു. കോർണറിൽ ഇരിക്കുന്ന ആ പാർട്ടി ശ്രദ്ധിച്ചോ? വന്നിരുന്നപ്പോഴേ ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു. നിനക്ക് പരിചയമുണ്ടോ? ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഈ വാന്യൂസിന്റെ വിമൻസിന്റെ മുമ്പിലാന്നുള്ള ഡൗട്ടായിരിക്കും. അതല്ല, ഇതേതോ ഫംഗ്ഷൻ വെച്ചിട്ടാണ്. ഏതായാലും ഇതിപ്പോൾ അങ്ങനെ അങ്ങ് നേരായ വഴിക്കുള്ള ഡീലിങ്സ് ഒന്നുമല്ല. എങ്ങനെ അറിയാം? കൊച്ചിന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ എന്താ ടെൻഷൻ. വേണി, ഇപ്പോഴെങ്കിലും താനൊന്ന് റിലാക്സ്ഡ് ആകും. തെറ്റായ കാര്യമൊന്നുമല്ല താനീ ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. അച്ഛനോട് താനിങ്ങനെ ഹിന്റ് കൊടുത്തിട്ടുണ്ടോ ഞാനിങ്ങനെ പക്ഷേ വരുമെന്ന്? ഇല്ല. പെട്ടെന്നൊരു ദിവസം ഞാൻ കയറി വരുമ്പോൾ എങ്ങനെയായിരിക്കും കക്ഷി റിസീവ് ചെയ്യുക? അപ്പയ്ക്കിപ്പോൾ ആ മാതിരി ടെൻഷൻസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഒരു സെനയിൽ അവസ്ഥയില. ഫിനാൻഷ്യൽ ട്രാജഡിയും അമ്മ പെട്ടെന്ന് പോയതും അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർമത്ത് ആവണം. ഇങ്ങനെയാണിപ്പോൾ. അപ്പോൾ പകലൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനാവും അപ്പയ്ക്ക്? ഇല്ല, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പ എപ്പോഴും അപ്പയുടേതായ ഒരു ലോകത്തായിരിക്കും. വേറെ ഒരു കാര്യത്തിലും അങ്ങനെ ഇൻവോൾവ് ആവാതെ. നമ്മളെന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചാലും വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ഏതായാലും വേണി ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. പാലക്കാട്ടിലെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാവുന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ആകെ ഉണ്ടായിരുന്നത് അത്തയായിരുന്നു. അത്ത ഉണ്ടായിരുന്നപ്പോൾ ശരിക്കും ആശ്വാസമായിരുന്നു. അത്തയും അപ്പയും തമ്മിൽ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നു. പിന്നെ അത്തയ്ക്ക് വയ്യാണ്ടായി. എന്നിട്ടും ബാലുവണ്ണൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ ചെന്നൈക്ക് പോയത്. ഏതായാലും കല്യാണം കഴിഞ്ഞ് നമുക്കൊന്ന് പോകണം തന്നെ കൽപ്പാത്തിക്ക്. മനസ്സിൽ വല്ലാത്ത റൊമാൻറ്റിക് മൂടുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കൽപ്പാത്തി. ഇപ്പോഴും സുപ്രഭാതം കേട്ടില്ലേ കൽപ്പാത്തി തെരുവുകൾ ഉണരുന്നത്? വേണി, ഒരു കാര്യം അറിയൂ, നമുക്കൊരാളൊരു ഇഷ്ടം തോന്നിയാൽ ശരിക്കും അതൊരു ഡീപ്പ് ലവ് ഒക്കെ ആണെങ്കിൽ അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയും വേ ഓഫ് ലിവിങ്ങിനെയും ടേസ്റ്റിനെയും ഒക്കെ ഭയങ്കരമായി ചേഞ്ച് ചെയ്ത് കളയും. നമ്മുടെ ഒരു കൾച്ചറൊക്കെ തന്നെ അങ്ങ് മാറിപ്പോവും. എന്താ ഞാനിത് പറയുന്നറിയോ? ഞാനിപ്പോൾ ഒരു പ്യൂർ വെജിറ്റേറിയൻ ആണ്. താനിക്കാരി ഇത്ര വലിയ സർപ്രൈസ് ആയിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. എനിക്ക് വെജൊക്കെ ഇഷ്ടം മുമ്പ് തൊട്ടേ. അതുകൊണ്ട് ഇത് തനിക്ക് വേണ്ടിയുള്ളൊരു വലിയ സാക്രിഫൈസ് ആയിട്ടൊന്നും കണക്കാക്കണ്ട. പിന്നെ നമ്മുടെ ടേസ്റ്റ്, ഇഷ്ടങ്ങൾ ഒക്കെ ഒന്നാവുന്നു. അതൊരു സന്തോഷമല്ലേ? വൺ വെജ്ബർഗ്. മുന്നു, നിന്റെ ഈ നോൺ വെജ് ക്രേസ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം. ഹെറിഡിറ്ററി ആയിട്ട് തന്നെ നിങ്ങളുടെ ആൾക്കാരെ ഹൃദയത്തിന്റെ കാര്യത്തിൽ കുഴപ്പക്കാരാ, അറിയാലോ. ഇങ്ങനെ ഓയിലി നോൺ വെജ് സാധനങ്ങൾ കണ്ടമാനം കഴിച്ച് മുന്നു, ലുക്ക്, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചേഞ്ച് ചെയ്യണം. ചെയ്യാം. എപ്പോഴും ഞാൻ പറയുന്ന മാതിരി തമാശയല്ലത്. ഇനിയിപ്പോ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആകണം.
കുറച്ചുനാൾ കൂടി കഴിഞ്ഞാൽ ഈ ലോകത്തെത്താൻ പോകുന്ന ഒരാളോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് അത് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. ജീവിതത്തിൽ ഇതുവരെ എടുത്തിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും പോലല്ല ഇത്. ഈ ലോകത്തേക്കുള്ള അവന്റെ വരവ് അത് നമ്മുടെ മാത്രം പൂർണ്ണ ഉത്തരവാദിത്തത്തിലാണ്. സോ വി ഷുഡ് ബി എക്സ്ട്രാ കെയർഫുൾ. The Mother Flows India Golf Tournament. എന്താ ഗൗരി ഇത് ഭയങ്കര ചീപ്പാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താ ചെയ്യാ? ബോറടിച്ചിട്ട് വയ്യ എനിക്ക്. രാവിലെ മുതൽ ഈ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കുത്തിയിരിക്കുന്നതിന്റെ ബോർഡും എന്താണെന്ന് എനിക്കറിയോ? അത് അനുഭവിച്ചാലേ അറിയാൻ പറ്റൂ. പിന്നെ ഓഫീസിൽ നിന്ന് വന്നാലെങ്കിലും നിനക്ക് എനിക്കൊരു കമ്പനി തരാൻ വയ്യ. ആരോടായിരുന്നു ഫോൺ കത്തി? ഫോണിലോ? ഇപ്പോഴോ? വളരെ വളരെ സുന്ദരിയും സ്മാർട്ടും ഒക്കെ ആയിരുന്നു പെങ്കൊച്ചായിരുന്നു. അതല്ലേ ഞാൻ സംസാരം ഇത്ര നീട്ടിയത്. ആഹാ, അങ്ങനെ വല്ലതുമാണെങ്കിൽ ആ കൊച്ചിപ്പോ എനിക്ക് വേണ്ടി 10 മെഴുതിരി നേർന്നു കാണും നിന്റെ കയ്യിൽ നിന്ന് അതിനെ ഒന്ന് രക്ഷിച്ചതിന്. ഇവിടെ വന്നിരിക്കും സാറേ, വെറുതെ വാചകം അടിച്ച് നിൽക്കാതെ. വീട്ടിൽ കുത്തിയിരുന്ന് ബോറടിക്കണം എന്നുള്ള നീ തന്നെ എടുത്ത തീരുമാനമല്ലേ? ഞാൻ പറഞ്ഞല്ലേ നമുക്ക് വല്ല ന്യൂസ് പേപ്പറിലോ മാഗസിനിലോ ഒക്കെ ട്രൈ ചെയ്യാമെന്ന്. അതായിരിക്കും നിനക്കൊരു ക്രിയേറ്റീവ് സംതൃപ്തിയൊക്കെ നൽകുകയെന്ന്. അപ്പോൾ എന്തായിരുന്നു ഡയലോഗ്? അമേരിക്കൻ ഡോളേഴ്സ്, ഇന്റർനാഷണൽ കമ്പനി. പുറത്തു പോയി വെയിൽ കൊണ്ടാൽ എൻ്റെ കോംപ്ലക്ഷൻ പോവും. ഓഫീസിലെ മറ്റവൻ്റെ ഈഗോ കാണണം, അവളുടെ ജാട കാണണം. വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കുക എന്നല്ലേ പറഞ്ഞത്? ഉണ്ടാക്കുന്നുണ്ടല്ലോ. ബട്ട് യു ഹാവ് നോ റൈറ്റ് ടു കംപ്ലൈന്റ് മാം. സമ്മതിച്ചു. പക്ഷെ അന്നത് പറഞ്ഞത് ഇത്ര ഭീകര പാരയാകുമെന്ന് എന്റെ സ്വപ്നത്തെ പോലും കരുതിയില്ല. എന്നാ ബോറടിയാ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്ന്. എനിക്ക് വല്ല പൈൽസ് വരുമോന്നാ പേടി. എന്റെ ദൈവമേ, ഇനിയിപ്പോ അതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അയ്യടാ, അങ്ങനെ ഇപ്പൊ സന്തോഷിക്കണ്ട. ഞാൻ എൻ്റെ ഒരു പേടി പറഞ്ഞല്ലേ. പക്ഷെ വീട്ടിലിരുന്നുള്ള ഈ ഏർപ്പാടൊക്കെ ഞാൻ നിർത്തുക. നമ്മുടെ കൊച്ചിന് 2 വയസ്സായിക്കോട്ടെ. 2 വയസ്സ് പോരേടാ? അത് മതി. അത് കഴിഞ്ഞാൽ നമുക്ക് അവനെ ഇൻഡിപെൻഡന്റ് ആക്കാം. എന്നിട്ട് ഞാൻ ഫീൽഡിലേക്ക് ഒരു കംബാക്ക് നടത്തുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ മൈ വേവ്. പാവം. ആര് പാവം? അല്ല, ഞാൻ നമ്മുടെ ഈ അനിതാ പ്രതാപിന്റെയും ബർഖാത്തിന്റെയും കാര്യോർത്ത് പറഞ്ഞു പോയതാ. നീ ഇങ്ങനെ വീട്ടിൽ കയറി അടയിരിക്കുന്നോണ്ടാണല്ലോ അവരൊക്കെ ജീവിച്ചു പോകുന്നത്. ഇനിയിപ്പോ അവരുടെ കാര്യം കഷ്ടമാവില്ലെന്നോർത്ത് പറഞ്ഞു പോയതാ. വാരല്ലേ ആശാനെ, അവനൊരു 2 വയസ്സായിക്കോട്ടെ. 2 വയസ്സായാൽ നമുക്കവനെ അച്ഛന്റെ അമ്മയുടെ അടുത്താക്കാം. ഓ, അത് പറഞ്ഞപ്പോഴാ ഇന്ന് അവര് വിളിച്ചിരുന്നു. ആണോ? സിന്ധു എന്റെ പനിയുടെ കാര്യം ചെന്ന് വിസ്തരിച്ചിട്ടുണ്ട്. അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വിളിച്ചതാണ്. വരണോ, ഹോസ്പിറ്റലിൽ പോയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിന്റെ കെയറിങ്ങിനെ കുറിച്ചൊക്കെ 5 സ്റ്റാർ ട്രീറ്റ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പതിവ് പോലെ മറ്റേ ടെൻഷനും. കല്യാണത്തിന്റെ? പിന്നെ ഞാനൊരുവിധം പറഞ്ഞ് കൺവിൻസ് ആക്കിയിട്ടുണ്ട്. പക്ഷെ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോഴും ഇതേ പറച്ചിലുണ്ടാവും. അതോടൊപ്പം നാട്ടുകാർ ഓരോന്ന് പറഞ്ഞ് അവർക്ക് സ്വൈര്യം കൊടുക്കുന്നുണ്ടാവില്ല. ഗൗരി, നിനക്ക് നമ്മുടെ തീരുമാനം ഒന്ന് റീകൺസിഡർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? എന്താ ഇപ്പോ അങ്ങനെ ഒരു മണ്ടൻ ചോദ്യം? ചുമ്മാ ചോദിച്ചതാ. ചുമ്മാ അങ്ങനെ ഇപ്പൊ ചോദിക്കണ്ട.
ഹലോ, യാ, അതെ ഗൗരിയാണ്. അതേലോ, മനസ്സിലായില്ല. എന്റെ ദൈവമേ, പോൾ, അച്ചായ, നീ ഇതിപ്പോ എവിടുന്നാ? ഇവിടുന്നോ? ഇത് ശരിക്കും സർപ്രൈസ് ആണല്ലോ. എപ്പോ ലാൻഡ് ചെയ്തു ഡൽഹിന്ന്? വരുന്ന വിവരത്തിന് നീ ഒരു മെയിൽ പോലും അയച്ചില്ലല്ലോ. പിന്നെ പറയൂ, നിന്റെ മീര മർച്ചന്താനി, മീര ഉണ്ടോ കൂടെ? മീര ഇല്ല. ഷേ, അത് ഭയങ്കര ബോറായി പോയിട്ടോ. ഞാൻ പുള്ളിക്കാരിയെ കാണാൻ കാത്തിരിക്കുവായിരുന്നു. വീട്ടുകാരിപ്പോഴും പഴയ വാശി തന്നെ ഗൗരി, അതാ പ്രശ്നം. അതാ ഞാനവളെ കൂട്ടാഞ്ഞ്. പിന്നെ എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം ഒന്ന് ശരിയാക്കണമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു വിസിറ്റ് അതാണ്. ഓക്കെ ഓക്കെ, നീ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ ഞാൻ ഒറ്റ മനുഷ്യരെ കാണാണ്ട് ബോറടിച്ച് മരിച്ചിരിക്കുക. നീ ഒന്ന് വാ പെട്ടെന്ന്. വരണോ ഗൗരി? ഞാൻ വന്നാലേ എനിക്ക് അധികം നിൽക്കാൻ പറ്റില്ല. 3:30 ട്രെയിൻ. അച്ചായ, നീ ഈ സിറ്റിയിൽ വന്നിട്ട് എന്നെ കാണാണ്ട് പോവാനോ? അറിയാലോ ഗൗരിയെ നിനക്ക്. യു ഷുഡ് ബി ഹിയർ വിത്തിൻ 10 minutes. അതുപോരാ, പിന്നെ ഒരു അരമണിക്കൂർ. ഓക്കെ, എഗ്രീഡ്. പിന്നെ വിശക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാ മതി കേട്ടോ. ഇവിടെ തൽക്കാലം നിനക്ക് തരാൻ ഒന്നുമില്ല. ക്ഷമി അച്ചായ. ആഹാ, അന്നത്തെ നിന്റെ കട്ട്ലറ്റിന്റെ സ്വാദ് നാവിൽ നിന്നും മായാത്തതുകൊണ്ട് നിന്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ മാത്രം ഒരു അഡ്വഞ്ചറസ് മൂഡിലൊന്നും അല്ല ഞാനിപ്പോ. അതുകൊണ്ട് കഴിച്ചിട്ടേ ഞാൻ എത്തൂ. ഞാൻ വരാം ഗൗരി. ഓക്കെ ഓക്കെ, ശരി. വാവ്, ഇറ്റ്സ് ഗ്രേറ്റ്. നീ ഒരു അമ്മയാകാൻ പോകുന്നു. ഐ ജസ്റ്റ് കാൻറ്റ് ബിലീവ് ഇറ്റ്. ഇതങ്ങനെ പ്ലാൻ ചെയ്തൊന്നും അല്ലടാ. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ മാൻ. അയ്യടാ, നീ എന്തിനാ ഇങ്ങനെ ചമ്മുന്നത്? ആര് ചമ്മി? എപ്പ ചമ്മി? നീ ആ കപ്പ് എടുത്ത് വെക്ക്. അപ്പോ ഞാൻ ഈ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നത് റൈറ്റ് ഒക്കേഷനിലാണല്ലേ? അതെ, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിനിടെ ഞാൻ ഈ ന്യൂസ് പൊട്ടിക്കുന്ന ആദ്യം നിന്നോടാ. നിന്റെ കൈ കിട്ടിയ സ്ഥിതിക്ക് നാളെ രാവിലത്തേക്ക് ഇത് ഇന്റർനാഷണൽ ഹെഡ്ലൈൻസ് ആവുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. പിന്നെ ഓഫ് കോഴ്സ്. എന്റെ PR അത്ര ഈസി ആയല്ലോ. ഭാഗ്യം. അപ്പച്ചനും അമ്മച്ചിയും എന്ത് പറയുന്ന അവരിപ്പോ? പഴയ ചാനൽ തന്നെയാണോ? മീരയുടെ 1-2 ലവ്ലി പോസസ് കണ്ടോടെ അമ്മച്ചി ഡിം. അമ്മച്ചി സ്ട്രോങ് ആയ പിന്നെ അപ്പച്ചൻ പ്രോബ്ലം ഇല്ല. പുള്ളിക്കാരനെ ഇപ്പൊ അയഞ്ഞു തുടങ്ങി. ഹൗ ഭാഗ്യം. ഞാനത് പറയാൻ തുടങ്ങായിരുന്നു. ഷീ ഈസ് റിയലി ബ്യൂട്ടിഫുൾ. കോളേജിൽ മിനി കുര്യനും നമ്മുടെ പാർവതിക്കുട്ടിയും ഒക്കെ 4 പാടും ലൈൻ വിരിച്ചിട്ടും വീഴാണ്ട് നീ ചെന്നൊരു സിന്ധി സുന്ദരിയുടെ മുന്നിൽ തലയും കുത്തി വീണെന്ന് കേട്ടപ്പോഴേ ഞാൻ ഊഹിക്കേണ്ടതായിരുന്നു. എങ്ങനെ, പഴയ കക്ഷിയിലൊക്കെ മാറുന്നോ? കാണാറുണ്ടോ ആരെങ്കിലും ഒക്കെ? പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ നിന്നേക്കാൾ ഭേദമാ ഞാൻ. എല്ലാവരുമായിട്ട് കോണ്ടാക്ട്സ് ഉണ്ട് ഇപ്പോഴും. പക്ഷെ ഒരു സത്യമുണ്ട്, ഭയങ്കരമായി ചേഞ്ച് ചെയ്തിരിക്കുന്നു എല്ലാവരും. കണ്ട പഴയ കക്ഷികളുടെ കൂട്ടത്തിൽ പഴയ പോലെ ചാതിരപ്പായിട്ട് കാണാൻ പറ്റിയ ഒറ്റയാളേ ഉള്ളൂ. നീ ഇപ്പോഴും ആ പഴയ ഫയർ ബ്രാൻഡ് തന്നെ. കെട്ടി ഒരു കൊച്ചിന്റെ അമ്മയാകാൻ പോകുമ്പോഴും. അയ്യോ അച്ചായ, എന്റെ കെട്ട് കഴിഞ്ഞിട്ടില്ല. ഓ സോറി. പണ്ട് നീ ക്ലാസ്സിലിരുന്ന് ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്നൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ അതൊക്കെ വെറും ഡയലോഗി മാത്രമാണെന്ന് ഞാൻ കരുതിയത്. നീ ഇതൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തോളെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഒരു കുഞ്ഞൊക്കെ ആകാൻ പോകുന്നു. ഇനി ഈ റിസ്ക് വേണോ ഗൗരി? എന്ത് റിസ്ക് ആണ് പോൾ? നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഉറപ്പ് വേണ്ടേ? എന്താണ് പോൾ ഉദ്ദേശിക്കുന്ന ഉറപ്പ്? മാരേജ് സർട്ടിഫിക്കറ്റോ അതോ താലിയോ? എന്തൊക്കെയാണേലും ഇതിനേക്കാളൊക്കെ ഉറപ്പ് ഞങ്ങളുടെ മനസ്സിനുണ്ട്. ഇനി പോൾ ഉദ്ദേശിച്ചത് ഇൻ കേസ് നാളെ അവൻ എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ, അതാണെങ്കിൽ അങ്ങനെ ഒരുത്തൻ്റെ കൂടെ ജീവിതം വേണ്ടാന്ന് വെക്കുന്ന ആദ്യ തീരുമാനം എന്റേതായിരിക്കും. അങ്ങനെ ഒരുത്തൻ്റെ കൂടെ കടിച്ചു തൂങ്ങി ജീവിക്കുന്നതിന്റെ സ്റ്റുപ്പിഡിറ്റിയും അപകടമൊക്കെ മനസ്സിലാക്കാനുള്ള മിനിമം ബുദ്ധി എനിക്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ നിന്റെ മറുപടി ഇങ്ങനെ തന്നെ ഒരു മഴ പോലെ ആവുമെന്ന് ഞാൻ ഊഹിച്ചു. എൻ്റെ ഏറ്റവും വലിയ ഡിസപ്പോയിൻമെന്റ് നിന്റെ ആളിനെ കാണാണ്ട് എനിക്ക് പോകേണ്ടി വരുന്നതാ. നിന്നെ ഇങ്ങനെ മൊത്തമായിട്ട് സഹിക്കുന്ന ആളല്ലേ. കണ്ടിരുന്നെങ്കിൽ സഹനശക്തിക്ക് ഒരു നൊബേൽ പ്രൈസ് കൊടുത്തിട്ട് അങ്ങ് പോകായിരുന്നു. അവസാനം അച്ചായനൊരു ഗോൾ അടിച്ചു. ഞാൻ കരുതിയത് ഇതൊക്കെ മറന്നുപോയി കാണുന്ന. പാവം, അവനൊരു നിവൃത്തിയില്ലാത്തോണ്ടാ, അല്ലെങ്കിൽ എന്താണേലും എത്തിയേനെ. നിന്റെ കോളേജ് കാല വികൃതികളെ കുറിച്ച് ഞാൻ ചേർക്കാവുന്നതിന്റെ മാക്സിമം എരിവും പുളിയും ഒക്കെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എങ്കിൽ പിന്നെ ഞാൻ കക്ഷിയെ കാണുന്നേ ഇല്ല. പോടാ, അവൻ ആരെന്നാ നീ വിചാരിച്ചിരിക്കുന്നേ? കക്ഷി അക്കാര്യത്തിലൊക്കെ നിന്നെയൊക്കെ വെട്ടും. പിന്നെ has been able to cross that mark of 6100. Well, it's just made that move
up by about 6 points above that mark at 6100. But it's actually managing to come off its lows so far this morning. Remember, the low that it hit was 6,071. The high for the index Yesterday was it was 6,130. And of course, according to Hitesh, 6,150. If the Sensex is able to make a move and stay above that mark, then maybe we could see a trend change. But right now, according to Hitesh, things are looking a little weak. Let's see. We're seeing a tussle happening where the Sensex right now is positive trend, but things could change. We'll take a break and come back and take more of your questions on your stocks this morning. Stay with us. അപ്പ റിട്ടയർ ചെയ്യുന്ന സമയം ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഫാമിലി ആയിരുന്നു ഞങ്ങളുടേത്. അപ്പയ്ക്ക് റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ രൂപ, അമ്മയുടെ വക ചിറ്റൂരെ പ്ലോട്ട് വിറ്റപ്പോൾ കിട്ടിയ കാശ്, പിന്നെ ഒട്ടും ലാവിഷ് അല്ലാത്തൊരു ലൈഫ് സ്റ്റൈലായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെ പിശുക്കി ജീവിച്ചതുകൊണ്ട് ആ വകയും കുറെ സേവിങ്സ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കുറെ കാശ് വന്നപ്പോ അപ്പയ്ക്ക് തോന്നി കാശ് അങ്ങനെ വെറുതെ കിടക്കണ്ട, എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ കുറച്ച് പൈസ എടുത്ത് വെറുതെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ച് തുടങ്ങിയത് ഈ ഷെയർ വാങ്ങിക്കൽ. പിന്നെ അതൊരു ക്രേസായി അപ്പയ്ക്ക്. പോയത് തിരിച്ചു പിടിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കാശ്. അങ്ങനെ അങ്ങനെ ഇപ്പോ കാശ് പോയത് പോട്ടെ, അപ്പയുടെ ഈ അവസ്ഥയാ. അമ്മയുണ്ടായിരുന്നെങ്കിൽ അപ്പ പിടിച്ചു നിൽക്കുമായിരുന്നു. അമ്മ നേരത്തെ പോയത് ശരിക്കും അപ്പ ഇങ്ങനെ തകരാൻ കാരണം. ഹലോ ഹലോ രമേഷ്, എവിടാ നീ ഇപ്പോ? ആ, ഓൺ ദ വേടാ. എടാ, കീ നീ എവിടെ വയ്ക്കുന്ന പറഞ്ഞത്? മീറ്റർ ബോക്സിനകത്തുണ്ട്, തുറന്നു നോക്കിയാ മതി. ആ, ശരി ശരി. അപ്പം ഞാൻ ചെന്നിട്ട് വിളിക്കാം. ആ, അതുപോട്ടെ. എന്താ നിന്റെ പരിപാടിയെന്ന്? ചുമ്മാ സംസാരിച്ചിരിക്കാൻ, അത്രേ ഉള്ളൂ. നിനക്കെന്താ സംശയമുണ്ടോ? ഒന്നുമില്ല മോനെ, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തൊക്കെയായാലും ക്യാരി ഓൺ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കേടാ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ തൊട്ടും എക്സാജറേറ്റഡ് അല്ലല്ലോ. ഏയ്, ഒട്ടുമല്ല. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചതേ ഇല്ല. അതാണ്. കുടിക്കേ. लग जा गले के फिर हंसी रात हो।
फिर से जन्म में मुलाकात हो। എല്ലാ പ്രാവശ്യവും എന്നെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്ന നീയല്ലേ? മറന്നോ എന്നിട്ട്? ചെക്കപ്പ് ഡേറ്റ് ഉം. നാളെ. ഉം. നാളെ നീ ഒറ്റയ്ക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഗൗരി. ഞാൻ പറഞ്ഞില്ലേ, നാളെ ഞാൻ എന്തെങ്കിലും ആകെ പ്രോബ്ലം ആവും. എനിക്ക് വയ്യ മുന്നു ഒറ്റയ്ക്ക്. നിന്റെയും കൂടെ ഉത്തരവാദിത്തമാ, അറിയാലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വിളിച്ചൊരു ദിവസം പോസ്റ്റ്പോൺ ചെയ്യാം. മറ്റന്നാ നിനക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, എന്നാ പ്രശ്നമില്ല. The Escotel smartphone you have dialed is either switched off or out of range. South Korea's new president, Roh Moo-hyun, has called for an immediate end to the crisis over North Korea's nuclear program. In a televised address, he said he wanted the nuclear issue resolved peacefully. Meanwhile, tens of thousands of people have rallied in Seoul to condemn the North's nuclear ambitions and in a rare show of support for the presence of American troops in the South. At least 170 member states. മുന്നു, പ്ലീസ് എഴുന്നേൽക്ക്. ദയത് കണ്ടോ മുന്നു? നിനക്ക് വിഷമമുണ്ടോ? നീ ഇത് പ്രതീക്ഷിച്ചിരുന്നോ? നീ ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. മാരേജ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിലും ഒരു പ്രൈവറ്റ് അഫെയർ അല്ലേ?
എന്തിനാ അന്ന് ആ ഇഷ്യൂ കയറി അങ്ങനെ ഓവർ റിയാക്ട് ചെയ്തത്? അതൊന്ന് നിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു തെറ്റ്. ഡാ സോറി, നിന്നെ ഞാൻ ഹേർട്ട് ചെയ്യാൻ പറഞ്ഞതല്ല. ഞാനൊന്ന് വിളിക്കട്ടെ? ഞാൻ വിളിക്കുന്നതിന് നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളാ വിളിക്കേണ്ടത്. നമ്മുടെ ഭാഗത്തുനിന്നല്ലേ അങ്ങനെ ഒരു മെച്ചൂർ മൂവ് ഉണ്ടാവേണ്ടത്. ഞാൻ വിളിക്കാം. എല്ലാ എഡിഷനിലും വന്നിട്ടുണ്ടാവും. അതെന്തായാലും ഉറപ്പാ. 4th പേജിലല്ലേ? ഇതിങ്ങനെ അറിയുന്നത് ഏതായാലും മോശ. നമുക്കൊന്ന് വിളിക്കാം. എന്താ ഇങ്ങനെ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അവരിത് പേപ്പറിൽ കാണുന്നതിന് മുൻപേ വിളിക്കണം. അങ്ങനെ തന്നെയാ വേണ്ടത്. വെറുതെ ഒരു സൗന്ദര്യപ്പിണക്കം, അതും സ്വന്തം ബ്രദറിനോട്. ഞാൻ വിളിക്കട്ടെ? നമ്പർ ഡയറിയിലില്ലേ? ഹലോ. ഹലോ, വേണിയല്ലേ? അതെ. ഞാൻ ഗൗരി. മനസ്സിലായോ ആരാണെന്ന്? ആ, മുന്നച്ചേട്ടന്റെ. ആ അതെ അതെ. എവിടെ എവിടെ അടുത്തുണ്ടോ നമ്മുടെ കല്യാണ ചെക്കൻ? ആ ഉണ്ട്, ഞാൻ കൊടുക്കാം. ദേ ഗൗരിയാ, ഗൗരി ചേച്ചി. മുന്നു പ്ലീസ് കം പ്ലീസ്. ദേ അവനാണ് മുന്നു, പ്ലീസ്. ഹലോ.